യെസ്. ചോദ്യം നമ്പർ 35 ശ്രീ TJ വിനോദ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ PC വിഷ്ണുനാഥ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി. ചോദ്യം ഉത്തരം പറയണ്ടേ? ചോദ്യം 5ാമത്തെ ചോദ്യം. യെസ്, ആൻസർ ടേബിൾ ചെയ്തോ ധനകാര്യമന്ത്രി? ആൻസർ ടേബിൾ ചെയ്തോ? യെസ്, ശ്രീ PC വിഷ്ണുനാഥ്. സർ, കോവിഡ് കാലത്ത് പർച്ചേസിനെ സംബന്ധിച്ച് C&AG ഗുരുതരമായ കണ്ടെത്തലുകൾ നടത്തിയിരിക്കുകയാണ്. 10 കോടിയുടെ ക്രമക്കേട് ഉണ്ടായിരിക്കുകയാണ്. 550 രൂപയുടെ PP കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞിരിക്കുക. ഇത് സംബന്ധിച്ചൊരു ധനകാര്യ പരിശോധന ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ധനകാര്യ പരിശോധനയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ആ പരിശോധന റിപ്പോർട്ട് ധനകാര്യ വകുപ്പിന് കിട്ടിയിട്ടുണ്ടോ? യെസ്, മിനിസ്റ്റർ. സാർ, ഇത് ധനകാര്യ പരിശോധനാ വിഭാഗം ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നമ്മൾ ആ അന്വേഷണം തുടങ്ങിയത്. അത് സംബന്ധിച്ച് അവിടുത്തെ ചില സ്പെസിഫിക്കായ കേസുകൾ സംബന്ധിച്ചാണ്, പ്രത്യേകിച്ചും പർച്ചേസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ ഓഫീസ് ഡേറ്റയുമായി ബന്ധപ്പെട്ട്, അല്ലാതെ അങ്ങ് പറഞ്ഞ പോലെ കാര്യങ്ങളല്ല. അതിൻ്റെ വളരെ വലിയൊരു പഠനം നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ വലിയൊരു ഡേറ്റ നമ്മുടെ ഫിനാൻസിൽ ഇൻസ്പെക്ഷൻ വിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പരിശോധന, ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അടിയന്തരമായിട്ട് അത് പൂർത്തിയാക്കി തരും എന്നുള്ളൊരു തർക്കമില്ല. പക്ഷേ നേരത്തെ അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ പരാമർശം നടത്തി, അത് പിന്നീട് ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ C&AG റിപ്പോർട്ടിനെ പറ്റിയൊക്കെ ആണെങ്കിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നടത്തിയ അന്ന് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയ പർച്ചേസുകളെ ഇതുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല. അത് കർണാടകത്തിൻ്റെ അവിടുന്ന് വാങ്ങിയ വിലയുണ്ട്, അന്ന് തന്നെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളുടെ വിലയുണ്ട്. ആ സമയത്ത് സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് അത് നോക്കണം. അതും ഇതുമായി കൂട്ടിക്കെട്ടുന്നത് ശരിയല്ല. ഇവിടെ ഗവൺമെൻറ് തന്നെ ഒരു അന്വേഷണം നടത്തി അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണ്. ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. അതിൻ്റെ റിപ്പോർട്ട് താമസിയാതെ സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഫിനാൻസ് ഇൻസ്പെക്ഷൻ വിങ്ങിൽ നിന്ന് മനസ്സിലാവുന്നത്.